ബദ്രി, നിനക്ക് സുഖമാണോ? എന്റെ മുത്തച്ഛനെ അവർ കൊന്നുകളഞ്ഞു. എന്നെ നിർബന്ധിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുക. നീ ജീവനോടെ ഉണ്ടെന്നുള്ളത് എന്റെ ഏക ധൈര്യം. ജ്യോതി ദർശനം ചെയ്തു കഴിഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന ആളെ എനിക്ക് കിട്ടുമെന്ന് നീ പറഞ്ഞില്ലേ? ആ വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത്. മനസ്സിലൊരു സമാധാനവും ഇല്ല. നിനക്ക് കഴിയുമെങ്കിൽ കുറച്ചു നേരത്തെ വന്ന് എന്നെ കൊണ്ടുപോകണം പ്ലീസ്. പ്രേമത്തിന്റെ പേരിൽ ക്ഷേത്രാചാരങ്ങൾ മറന്ന നിങ്ങളുടെ ശിഷ്യൻ ഇനി ബദ്രീനാഥിൽ കാലൂത്താൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര്? ടെമ്പിൾ ട്രസ്റ്റ് ആൻഡ് ഉത്തരാഖണ്ഡ് എൻഡോൺമെന്റ് സർ. അപമാനിക്കപ്പെട്ട എന്റെ ശിഷ്യന് കാലുകുത്താൻ അവകാശമില്ലാത്ത ഈ ബദ്രി ക്ഷേത്രത്തിൽ ഞാനും ഇനി വരില്ലെന്ന് എന്ന് പറഞ്ഞേക്കും. എന്നെ ധിക്കരിച്ച് അവൻ വരില്ല. അവനെ വിട്ടിട്ട് ഞാനും വരില്ല. ഈ മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും. തിരിച്ച് 6 മാസം കഴിഞ്ഞ് ക്ഷേത്രവാതിലുകൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. എവിടേക്കാണ് ആവോ കൊണ്ടുപോകുന്നത്? ആവോ ആവോ, ഞങ്ങള് വരുന്നു. ബാറ്റിംഗ് ബാബ അന്തർ ബുലാവോ. ബാബാ, ബാറ്റിംഗ് ബാബാ. ബാറ്റിംഗ് ബാബയോ? നിങ്ങൾക്ക് എന്താ ബഹുള ചെയ്താല്? എന്താ റിപ്ലൈ ഇല്ലാത്തത്? വരും. ഏ ബാറ്റിംഗ് ബാബ, മേ ചുപ്കെ ആയാ. എന്താ ഇത്, നിങ്ങൾ വിളിച്ചിട്ട് റിപ്ലൈ ഇല്ലല്ലോ? ഇപ്പൊ വരും. ബാബാ, പേട്ടേന്ന് 2 പശുക്കളും ഒരു കിടാവും വന്നിട്ടുണ്ട്. മോനെ, നീ സൂപ്പറാടാ. എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക് ഐഡിയ? സിമ്പിൾ അല്ലേ അച്ഛാ? ഇങ്ങനെ വിളിച്ചപ്പോഴല്ലേ ഇയാള് വന്നത്. നല്ല ബുദ്ധിയാണല്ലോ. പൊന്നല്ലേ ഇവൻ. ഗോൾഡ് വന്നോളൂ. ബാറ്റിംഗ് ബാബ, ചുപ്കെ ബാബ, നമസ്കാർ. ബാറ്റിംഗ് ബാബാ, നമസ്കാരം. നമസ്കാരം. സ്വാഹ സ്വാഹ സ്വാഹ. ഇതേതാ വർഷം? 2011 സ്വാമി. ആ, അപ്പോൾ നാം തപസ് തുടങ്ങിയിട്ട് 500 വർഷം കഴിഞ്ഞു അല്ലേ? ഗുഡ് ബാറ്റിംഗ്. 500 വർഷങ്ങൾ തപസ്സിരുന്നോ? അതിൽ ഇത്ര ഷോക്ക് ആവുന്നതിനാ? 500 വർഷമൊക്കെ സ്വാമിക്ക് ചെറിയ കാലയളവാ. 2011 ഹൈലൈറ്റ് ന്യൂസ് പറയട്ടെ സ്വാമി. അതിന്റെ ആവശ്യമില്ല, എല്ലാം നാം അറിയുന്നു. ഉമ്മൻചാണ്ടി CM ആയതല്ലേ? അത് തന്നെ സ്വാമി. ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ലേ? കിട്ടി സ്വാമി. അത് പോട്ടെ, 2010 ജപ്പാനിലേക്ക് തീർത്ഥവും പ്രസാദം അയക്കാൻ പറഞ്ഞു. അയച്ചോ? മറന്നുപോയി സ്വാമി. മറന്നുപോയെന്നോ? ഇപ്പോൾ ജപ്പാൻ എങ്ങനെയുണ്ടാ? സുനാമിയിൽ ഒലിച്ചുപോയി സ്വാമി. പട്ടിയായി മാറിപ്പോ. ബാബാ, നിങ്ങൾ വലിയവനാണ് ബാബാ, വലിയവനാണ്. എവിടുന്നാണാവോ? ആരാണ് നിങ്ങൾ? തിരുവനന്തപുരത്ത് പേട്ടയെന്ന് വരുന്നു. പേട്ട? എപ്പോഴോ എന്റെ കുട്ടിക്കാലത്ത് 18th സെഞ്ചുറിയിൽ നാം പേട്ടയിൽ നിന്ന് പോന്നതാണ്. ഇപ്പൊ പേട്ട എങ്ങനെയുണ്ട്? സ്വാമിയും പേട്ടക്കാരനാണോ? അതും 1500 വർഷങ്ങൾക്ക് മുമ്പ്. സ്വാമി 2000 വർഷം ജീവിച്ചതല്ലേ? അപ്പോ ഡൈനോസറിനെ കണ്ടിട്ടുണ്ടോ? കാണുക മാത്രമല്ലടാ മോനെ, ഡൈനോസറിന്റെ മുട്ട കൊണ്ട് ആംബ്ലേറ്റ് ഉണ്ടാക്കി തിന്നുമായിരുന്നു. അപ്പോഴാണ് ടിപ്പു സുൽത്താൻ വന്നിട്ട് എനിക്ക് കൊടുത്താന്ന് പറഞ്ഞത്. ഗെറ്റ് ഔട്ട് പറഞ്ഞു ഞാൻ. ടിപ്പു? അന്ന് ടിപ്പു ഉണ്ടായിരുന്നോ? അയാള് മരിച്ചിട്ട് 300 വർഷമല്ലേ ആയിട്ടുള്ളൂ. എടോ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ബാബയെ ദേഷ്യം പിടിപ്പിക്കരുത്. ബാബ വീണ്ടും തിരിച്ച് ധ്യാന മണ്ഡപത്തിലേക്ക് പോയാൽ നിങ്ങൾ 500 വർഷവും 2000 വർഷവും ഒക്കെ എങ്ങനെ ജീവിക്കുന്നത്? അയ്യോ വേണ്ട സ്വാമി, ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞേക്കാം. സ്വാമി, ഞങ്ങൾക്കും അങ്ങേ പോലെ 2000 കൊല്ലം ജീവിക്കണം.
ജീവിച്ചോളൂ. നിങ്ങൾക്ക് മാത്രമാണോ? ടോട്ടൽ ഫാമിലി ഓരോരുത്തർക്കും. ഓ, ടോട്ടൽ ഫാമിലി പാക്കേജ് വേണം. അപ്പൊ ശരിയാക്കി തരാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഒട്ടും സമയം കളയാതെ 3 പേരും പോയി ആ ധ്യാനപടത്തിലിരിക്കൂ. വേഗമാകട്ടെ. ഞാൻ പറഞ്ഞു തരുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കണമോ അത്രയും പ്രാവശ്യം ചൊല്ലണം. നിങ്ങൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പലതും നഷ്ടപ്പെടുന്നതായി തോന്നിയേക്കാം. എന്ത് പ്രശ്നമുണ്ടായാലും കണ്ണു തുറക്കരുത്. തുറന്നാൽ എന്ത് സംഭവിക്കും സ്വാമി? ഒരുത്തനിവിടെ ഹച്ച് ഡോഗായത് കണ്ടില്ലേ? നിങ്ങൾ ചാവാലിപ്പട്ടികളാകും. ഇല്ല സ്വാമി, ഞങ്ങൾ തുറക്കില്ല. കണ്ണു തുറക്കല്ലേടി മോനെ, കേട്ടോടാ. കണ്ണടച്ചോളൂ. അടച്ചു സ്വാമി. പോയാൽ പോയി, പോയാ പോയി, പോയാ പോയാ പോയി. പോയി, പോയാ പോയി, പോയാ പോയി, പോയാ പോയി, പോയാ. ചേട്ടാ, എന്റെ സ്വർണ്ണമൊക്കെ ആരോ എടുക്കുന്നത് പോലെ തോന്നുന്നു. തോന്നിയല്ലേ? അതല്ലേ ബാബ ആദ്യമേ നമ്മളോട് പറഞ്ഞത്. പോയാ പോയി. എന്റെ ചെയിനും എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ബാബ അതല്ലേടാ മോനെ പറഞ്ഞത്. പോയാ പോയി, പോയാ പോയി, പോയാ പോയി, പോയാ പോയാ പോയി. പോയി. ധർമ്മേട്ടാ, ഞാൻ 1000 പൂർത്തിയാക്കി കണ്ണു തുറന്നോട്ടെ. ഫിനിഷ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല, തുറന്നോ. പോയാ പോയി, പോയാ ധർമ്മേട്ടാ, പോയി. കണ്ണൊന്ന് തുറന്നേ. 1000 പൂർത്തിയാക്കിയില്ലടി. പോയാ ഒന്ന് പോയി. നിർത്തിയിട്ട് കണ്ണു തുറന്ന് നോക്കി. എന്തോന്നാടി? അത് വായിക്ക്. എന്തോന്നോ? മനുഷ്യൻ 100 വർഷം ജീവിക്കുന്നത് എന്നെ ബുദ്ധിമുട്ടിയ, പിന്നെ നീയൊക്കെ എന്തിനാടാ 1000 വർഷം ജീവിക്കുന്നത്? വിഡ്ഢി. അയ്യോ. ബാബാ, എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? എന്റെ എല്ലാം പോയി, ഇനി ഈ ചാരം മാത്രമേ ഉള്ളൂ. അച്ഛാ, നമ്മുടെ എല്ലാം പോയി. ബാബാ. പോസ്റ്റ് ഇവിടെ ഒരു ഒപ്പിടണം. അളകനന്ദാ, ബദ്രീനാഥിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. എന്താ ഇത്? അത് നാരായണ പർവ്വതത്തിലെ മണ്ണാണ്. മണ്ണോ? അയ്യോ, അയ്യോ വേണ്ട, ചവിട്ടരുത്. ഇതിൽ ഓരോ തരിയിലും ശ്രീ മഹാവിഷ്ണു ഉണ്ട്. മണ്ണില് മഹാവിഷ്ണു? ഇവൾക്ക് മെന്റലായെന്നാ തോന്നുന്നത്. അത് കൂടാതെ നോക്കിയോ. എന്താ മോളെ ഇത്? ഇങ്ങനെ ഒരു അവസ്ഥയിൽ ബദ്രി വരുന്നതിന് പകരം മണ്ണാണോ അയക്കുന്നത്? ബദ്രി ജീവനോടുണ്ടെന്ന് ഇപ്പൊ എവിടെ ആരും അറിയരുത്. ടോട്ടൽ 10 lakhs. I will share. Yeah. 3.5, 3.5, 3.5. ഒരു ഹാഫ് കൂടുതൽ വന്നു. 2.5, 2.5, 4.5. ഒരു ഹാഫ് കുറഞ്ഞു പോയി. 5.5. ഇല്ലടാ, ഇതൊന്നും വൈൻ ഷോപ്പാ. ഫുള്ള് ഹാഫ് ക്വാർട്ടറിനൊക്കെ. ദാ, ഇത് നിനക്ക്, ഇത് നിനക്ക്, ഇതെനിക്ക്, ഇത് നിനക്ക്, ഇത് നിനക്ക്. അപ്പൊ എനിക്ക് ഓ, വരുന്നുണ്ട്. അപ്പൊ അവര് വന്നിട്ടുണ്ടാവൂലോ. യെസ്, ഇവനെ കൊണ്ട് ജീവിക്കാൻ വയ്യണ്ടായി. എന്താടാ ഇത്? കാശിയിലാണെങ്കിൽ വേറൊരുത്തം വന്നു, ഇവിടെ ഇപ്പൊ നീ വന്നിരിക്കുന്നു. ഇങ്ങനാണെങ്കിൽ ഞങ്ങളെ പോലുള്ള ക്രിമിനൽസ് ഒക്കെ എങ്ങനെ ജീവിക്കുന്നു ആലോചിച്ചിട്ടുണ്ടാടേ? ഒരു മനുഷ്യനെ പറ്റിക്ക് എത്ര കഷ്ടപ്പെടണമെന്നറിയോ? എന്നിട്ട് വീതം വെക്കുമ്പോ കയറി വന്നോളൂ. Nice saying. താങ്ക് യു. ഏയ് കൂടുതൽ അഭ്യാസം എടുക്കാതെ അങ്ങ് കൊടുത്തേക്ക്. ഈ കൈ കൊണ്ട് എടുക്കുന്നതല്ലാതെ കൊടുക്കുന്ന ശീലം എനിക്കില്ല. അവരോട് എടുത്തോളം പറ. വാ. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു. എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. എന്റെ ഒട്ടിയാണോ ഇങ്ങ് താടാ. എടുത്തോ. എല്ലാം എടുത്തോ. അച്ഛാ, അവന്റെ കയ്യിലെ മോതിരം കൂടെ നമുക്ക് എടുക്കാം. അത് അവന്റെ അല്ലേടാ. ഒച്ച മിണ്ടാതിരിക്കും, ഞാൻ ഏറ്റു. ചേട്ടാ, ആ മോതിരം ഞങ്ങളുടേതാ. ഇറ്റ്സ് മൈൻ. കനകപുഷിരാഗം ഇട്ടാൽ നല്ലതാണെന്ന് ഒരു ജോത്സ്യൻ എന്നോട് പറഞ്ഞിരുന്നു. അതിന് വാങ്ങിച്ചിട്ടതാ. അല്ലേട്ടാ, എന്റെ അച്ഛൻ ഫസ്റ്റ് നൈറ്റിൽ ബെഡ്റൂമിൽ പോകാൻ മടിച്ചു നിന്നപ്പോ എന്റെ മുത്തശ്ശൻ കൊടുത്തതാ. അല്ലേ എടാ അച്ഛാ? ചെറുക്കാ, എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നത്? ഗോഡ് പ്രോമിസ് ഇറ്റ്സ് മൈൻ. നിങ്ങൾ കൊടുത്ത റിങ് മാത്രമേ പോവൂ. ഞാൻ കൊടുത്ത റിങ്ങും ഫിംഗറും രണ്ടും പോവും. അത് വേണ്ട, ഫിംഗർ വേണം. റിങ് പോട്ടെ, കൊണ്ടുപോടാ കുട്ടി പിശാചേ. എടുത്തോ മോനെ. Nice decision. കള്ളസ്വാമി. പോയില്ലടാ. പോട്ടെ, നീ വല്ലതും വേണോ? അയ്യോ. അനിയ, നീ വന്ന കാര്യമൊക്കെ പൂർത്തിയായില്ലേ? കാശി നാമം പറഞ്ഞു വിട്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് നീ ഓടിച്ച പിന്നെ ഞങ്ങൾ ക്രിമിനൽസ് എവിടെ പോയി ജീവിക്കും? മര്യാദയ്ക്ക് ജീവിക്കാനാണെങ്കിൽ എവിടെയും പറ്റും, അല്ലാതെ ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ ഒരിടത്ത് നോക്കില്ല. ഗാന്ധിജിയുടെ മോന മോറൽ എഴുതിയെടുക്കടാ. ഏയ് All gold, gold. I know that everybody know.
നിന്റെ വാശിയുടെ പേരിൽ മാത്രം നടക്കുന്ന ഈ കല്യാണത്തിന് ആദ്യ ക്ഷണക്കത്തിൽ ആരുടെ പേരാണ് എഴുതേണ്ടത്? നിങ്ങളുടെ കുടുംബത്തിലെ രാജഗുരുവായ രാമാനന്ദ സ്വാമിയുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്. എന്താ സർക്കാർ, എന്തൊക്കെയുണ്ട്? എന്റെ മകന്റെ വിവാഹമാണ് ഗുരുജി. ഈ കല്യാണത്തിന് ഞാൻ വരില്ല. അതെന്താ ഗുരുജി? അങ്ങില്ലാതെ എങ്ങനെ? നടക്കാത്ത കല്യാണത്തിന് ഞാൻ വന്നിട്ട് എന്ത് കാര്യം? സാർ, അളകുന്നത് എസ്കേപ്പ് ചെയ്തു സാർ.